നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷയുടെ കേസിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷയിൽ ഏകദേശം 44,613 പേര് പരീക്ഷ എഴുതിയില്ല എന്നാണ് ഒഫീഷ്യലായിട്ട് നമ്മുടെ PSCക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാതിരുന്നാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രൊഫൈൽ ബ്ലോക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കേരള PSC ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം നിലവിൽ വന്നിട്ടില്ല. എന്നുവെച്ചാൽ ഇതുവരെ എന്തായാലും പരീക്ഷ എഴുതാത്തവരുടെ പ്രൊഫൈലൊന്നും ബ്ലോക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് കേരള PSC ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PSC പ്രൊഫൈൽ ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം ഒരാൾക്ക് പരീക്ഷ എഴുതുന്നതിന് 150-200 രൂപ വെച്ചിട്ടാണ് ഓരോ ആൾക്കാർക്കും ചിലവാകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് PSC കഴിഞ്ഞ പ്രാവശ്യം ഒരു കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരിക്കലും അവർ നഷ്ടം വരുത്തുന്ന രീതിയിൽ അവർ കാര്യത്തിലേക്ക് കടക്കത്തില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കുന്നവരെ പരീക്ഷ എഴുതുന്നതിനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കൊടുക്കുന്നുണ്ട് പരീക്ഷ ഒറ്റഘട്ടമാക്കിയിട്ട്. നമുക്കറിയാം CPOയുടെ അത് പ്രിലിംസ് ഇല്ലായിരുന്നു, മെയിൻസ് പരീക്ഷയായിരുന്നു CPOയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് കൂടി ആകെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് 78% പേര് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. സിവിൽ പോലീസ് ഓഫീസറിന് തസ്തികയിൽ കൺഫർമേഷൻ നൽകിയ 44,600 പേര് പരീക്ഷ എഴുതിയിട്ടില്ലെന്നും 7 ബറ്റാലിയനിലേക്കായിട്ട് കൺഫർമേഷൻ നൽകിയ 1,99,141 പേരിൽ 1,54,000 പേര് മാത്രമാണ് പരീക്ഷ എഴുതിയതെന്നും കൺഫർമേഷൻ നൽകിയ ശേഷം പരീക്ഷ എഴുതാത്തവരുടെ പ്രൊഫൈല് ബ്ലോക്ക് ചെയ്യുമെന്ന് PSC സൂചന നൽകിയിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാതിരുന്നതിനാൽ തൽക്കാലം നടപടിയൊന്നും ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. PSC പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ ഒരു സാധനം നിലവിൽ കൊണ്ടുവരികയും ചെയ്താൽ അത് അവസാനം നിങ്ങൾ ഓടേണ്ടി വരും കേട്ടോ. കാര്യം പ്രൊഫൈൽ ബ്ലോക്കൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് PSC ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന PSC ഓഫീസിലോ വന്നിട്ട് നിങ്ങൾ പ്രൊഫൈലൊക്കെ വീണ്ടും ശരിയാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ആ ഒരു ഗതിയിലേക്ക് വരാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ജെന്യുവിൻ റീസൺസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പരീക്ഷ എഴുതാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ടേബിൾ, ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ 7 ബറ്റാലിയനുകളുടെയും കൺഫർമേഷൻ നൽകിയത്. ഈ ആദ്യത്തെ എന്ന് പറയുന്നത് കൺഫർമേഷൻ നൽകിയവരുടെ കേസാണ്, രണ്ടാമത്തത് പരീക്ഷ എഴുതിയവരുടെ കേസാണ്. അപ്പോൾ എന്തായാലും ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ SIP തിരുവനന്തപുരം SIPയിൽ കൺഫർമേഷൻ നൽകിയത് 36,000 പേരാണ്. അതിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് 28,000 പേരാണ്. അപ്പോൾ SIPയിൽ 28,000 പേരാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. KAP 1ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 26,500 പേര് കൺഫർമേഷൻ നൽകിയതിൽ 20,000 പേരാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. KAP 2ൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 28,000 പേര് കൺഫർമേഷൻ നൽകിയ പരീക്ഷയിൽ 21,000 പേരാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. KAP 3ൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 21,000 പേര് കൺഫർമേഷൻ നൽകിയ പരീക്ഷയിൽ 17,000 പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. KAP 4ൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26,000 പേര് കൺഫർമേഷൻ നൽകിയ പരീക്ഷയിൽ 21,000 പേരാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. KAP 5ൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 23,000 പേര് കൺഫർമേഷൻ നൽകിയ പരീക്ഷയിൽ 17,000 പേരാണ് അവിടെയും പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. MSPയുടെ കേസ്, MSP ആണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അപ്പോൾ കൺഫർമേഷൻ നൽകിയതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് MSPയിലാണ്. MSPയിൽ 36,697 പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ടായിരുന്നതിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന 27,762 പേരാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന MSPയിൽ, പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന SIPയിലാണ്. 28,857 പേരാണ് നമ്മുടെ സ്പെഷ്യൽ ആംഡ് പോലീസിലേക്ക് കൺഫർമേഷൻ എഴുതി പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ MSP ആണ്. 27,000 പേരാണ് അവിടെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ നമ്മുടെ കൺഫർമേഷൻ എന്ന് വെച്ചാൽ ആകെ മൊത്തത്തിൽ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തവരുടെ എണ്ണം 2,52,000 പേരാണ്. ആപ്ലിക്കേഷൻ കൊടുത്തവരുടെ എണ്ണം 2,52,000 പേരാണ്. ഏകദേശം 50,000 പേരോളം കുറഞ്ഞ് 51,000 പേരോളം കുറഞ്ഞ് 1,99,000 പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത്. ഈ 1,99,000 പേര് കൺഫർമേഷൻ കൊടുത്തതിൽ പരീക്ഷ എഴുതാനുണ്ടായിരുന്നത് ഏകദേശം
എത്രയാണ്? 1,57,000 പേര്. ഏകദേശം ഈ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തത് 2,52,000 പേരാണ്. അപ്പോൾ 2,52,000 പേര് ആപ്ലിക്കേഷൻ കൊടുത്ത പരീക്ഷയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് 1,57,000 പേരാണ്. ഏകദേശം സത്യം ഒരു ഏകദേശം കണക്ക് പറഞ്ഞാൽ 1,00,000 പേരുടെ ഗ്യാപ്പ് അവിടെയും വരുന്നുണ്ടല്ലേ. 1,00,000 എക്സാക്ട്ലി വരുന്നില്ല, എന്തായാലും ഏകദേശം ഒരു 90,000 1,00,000 പേരുടെയൊക്കെ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൺഫർമേഷൻ ഈ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തവരും പരീക്ഷ എഴുതിയവരും തമ്മിലുള്ള വ്യത്യാസത്തിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എപ്പോൾ ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് അതിനെക്കുറിച്ച് ഇതുവരെ അറിവും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടായാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വീഡിയോ മുഖാന്തരം അറിയിക്കുന്നതായിരിക്കും. പക്ഷേ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. രണ്ടാമത്തെ വാർത്ത ഇതാണ്: അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 12 ജില്ലയിലേക്കുള്ള നിയമന ശുപാർശകൾ ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ASMൻ്റെ പരീക്ഷ എഴുതിയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വെച്ചേക്കുക. ഓക്കെ. പിന്നെയുള്ള അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ആവശ്യമുള്ളൊരു പോസ്റ്റാണ് നഴ്സ്. പക്ഷേ ഈ നഴ്സിൻ്റെ നിയമനം നടത്തുന്നത് ഏകദേശം 9% മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ പരീക്ഷ എഴുതിച്ചിട്ട് ഈ ഒരു നിയമന ശുപാർശകളിൽ ഇത്രയും കുറവ് വരുത്തുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. എന്തായാലും ഒരുപാട് പേര് വളരെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയ ലിസ്റ്റാണ്. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷമായി. ഇതുവരെ നിയമനം നടന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 658 പേർക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ എന്നുവെച്ചാൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 3015 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്രാവശ്യം അത് 658 പോകുമ്പോഴത്തേക്കും അത് പകുതി പോലും ആവുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും അവസര സമത്വം ഉള്ളൊരു രാജ്യത്ത് അവർക്കും കൂടി അവസര സമത്വം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ അല്ലല്ലോ, ലിസ്റ്റ് കയറിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും ആ കാര്യം കൂടി ഒന്ന് PSC ശ്രദ്ധിക്കുക. പുതിയ പരീക്ഷ നവംബർ 9 വരുന്നു എന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷയുടെ നിയമനമാവാതെ പുതിയ പരീക്ഷ നടത്തിയാൽ അതിലും എത്ര പേര് വിശ്വസ്തയോടെ പരീക്ഷ എഴുതും അല്ലേ. അപ്പോൾ അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഓഫീസ് അറ്റൻഡൻറ്റിന് ഏകദേശം 74 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചറിൻ്റെ മാത്സ് തിരുവനന്തപുരത്ത് നിയമന ശുപാർശകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമി തരം മാറ്റലിന് ഏകദേശം 372 തസ്തികകൾ വന്നിട്ടുണ്ട്. ഇവരെടുക്കുക എവിടെ നിന്നാണെന്ന് അറിയാമോ? LDCയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. ഇതിൽ നിന്ന് ഈ 372 നിന്ന് 249 പേരെ LDCയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് എടുക്കാനായിട്ട് പോകുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 9 ജില്ലകളിലേക്കുള്ള നിയമന ശുപാർശകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റിലുള്ളവർ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അഡ്വൈസ് അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞിട്ട് LDC തൃശ്ശൂർ, CPO മലപ്പുറത്തിന് പോയിട്ടുണ്ട്, CPO കാസർഗോഡ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ പാലക്കാട്, LDC എറണാകുളം. അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇൻ്റർവ്യൂസ് കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് കേരള PSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ. PSCയിലെ അപ്ഡേറ്റുകൾ എന്ന് പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഫയർമാൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഫയർമാൻ്റെ 2 സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കൻസിൻ്റെ കുറവ് ആണോ, അതോ നിങ്ങൾ ഇനി പരീക്ഷ ഇങ്ങനെ മൂക്കും തുമ്പത്ത് എത്തുമ്പോഴേ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കൂ എന്നുള്ള രീതിയിലാണോ? അപ്പോൾ എന്തായാലും ആ രീതിയിൽ പോകരുത്. നമ്മൾ CPO സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച് തീർത്തതുപോലെ നമുക്ക് ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച് തീർക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നല്ല ബുദ്ധിമുട്ടാണ് ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക്. ഈ പഠിക്കുന്നതിൽ ഞങ്ങൾ ഒരു സത്യാവസ്ഥ പറഞ്ഞാൽ ഈ CPO, എക്സൈസ്, ഫയർമാൻ ഈ 3 എടുക്കാം, പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇത്രയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈ ഫോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത് ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യം അതിനകത്ത് ഒരുപാട് കെമിക്കൽസ് പഠിക്കാനുണ്ട്. വിചാരിക്കും പോലെ ഒന്നും നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങനെ സ്ലോ ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ഫോളോ അപ്പ് ആയിട്ട് നിങ്ങളും കൂടി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആവും ബുദ്ധിമുട്ട്. അപ്പോൾ ബാക്കി പല പ്രമുഖ ചാനലുകളും പ്രമുഖ ആപ്ലിക്കേഷൻസും വലിയ ഫീസുകളിൽ വാങ്ങിക്കുമ്പോഴത്തേക്കും ഞാനിത് കംപ്ലീറ്റ് ഫീസ് ഇല്ലാതെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം CPOയുടെ ക്ലാസ്സും ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോൾ ഇല്ലാതാവുന്നു അപ്പോൾ ഞാൻ ആ ക്ലാസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ എന്തായാലും LDCയുടെ ക്ലാസ്സുകൾ, ഖാദി ബോർഡിൻ്റെ ക്ലാസ്സുകളും വരും ദിവസങ്ങളിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ അതും മുന്നോട്ട് തന്നെ പോകും. മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും
ഒക്കെ നമ്മുടെ ചാനൽ മുഖാന്തരം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ലഭിക്കുന്നതിന് ടെലഗ്രാം ചാനലിലേക്ക് കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.